ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിലബസിലെ പ്രധാന ടോപ്പിക്കായ സുപ്രധാന നിയമങ്ങളിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഷാഹിദ് റാസ ബെർണായി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർണയിയാണ്. കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. വിവരാവകാശ നിയമത്തിൽ കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 12 പ്രകാരം. സെക്ഷൻ 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ്. ന്യൂഡൽഹിയിലെ CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ഇദ്ദേഹം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന 12ാമത്തെ വ്യക്തിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 13. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് സെക്ഷൻ 13 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 14. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 14 ആണ്. 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവിലേക്കോ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ കൂടാതെ കാലാവധി 5 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നുമാണ് വ്യവസ്ഥ.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നൊരു കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. ഇത് 65 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവരതിൽ നിന്നും മാറണം. അതുപോലെ തന്നെ ഈ കാലാവധി 5 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19-നാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19-ന്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അതും കേന്ദ്രത്തിലെ പോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാകും, 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും അംഗസംഖ്യ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 15-ൽ 2-ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 15-ൽ 2. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവർ അടങ്ങുന്ന 3-അംഗ സമിതി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുമ്പാകെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 16. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 16-ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയും അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായപരിധി എത്രയാണ്? 65 വയസ്സ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായപരിധി 65 വയസ്സാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ബി ഹരി നായർ. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായരാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. വിവരാവകാശ നിയമം അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 19. വിവരാവകാശ നിയമത്തിൽ അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19-ആണ്. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത്? മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? ആദ്യത്തെ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കേണ്ട ആ സമയപരിധി തീരുന്ന ആ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടതാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 90 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീലിന് ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി 90 ദിവസമാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി 30 ദിവസവും രണ്ടാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല എവിടെയും. രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമത്തിലെ പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 20. വിവരാവകാശ നിയമത്തിൽ പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 20-ആണ്.
വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഏത് വകുപ്പിലാണ്? സെക്ഷൻ 8-ലാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുന്നതിനെക്കുറിച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ വിവരാവകാശ അപേക്ഷ നമുക്ക് നിരസിക്കാൻ സാധിക്കും. അത് പറയുന്നത് സെക്ഷൻ 8-ലാണ്. വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 18. വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 18-ആണ്. വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 11-ആണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? 40 ദിവസമാണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി 40 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി എത്രയാണ്? 5 ദിവസം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. വിവരാവകാശ നിയമത്തിൽ നിർവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2. വിവരാവകാശ നിയമത്തിൽ നിർവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സെക്ഷൻ 2-ആണ്. ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് വിവരാവകാശത്തെ ഒരു മൗലിക അവകാശമായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19(1)(a), അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം. വിവരാവകാശ നിയമത്തെ ഒരു മൗലിക അവകാശമാക്കി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ വകുപ്പിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.